താങ്ക് ഗോഡ്, സ്തോത്രം. അറിയാലോ, രതീഷാണേ, പ്രൈസർ ഫാമിലിയിൽ നിന്ന്. എന്തുകൊണ്ട് കൂടെയുള്ള പലരും പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്നു? ചോദ്യമാണ്. ആരുടെയെന്നു? നിങ്ങളുടെ തന്നെ. എന്താ ചോദ്യമല്ല, പരിഭവം പറച്ചിലാണ്, പരാതി പറച്ചിലാണ്. അത് തന്നെ. പലരും വല്ലാതെ ഭാരപ്പെടുക അല്ലേ? ഒരു വിധത്തിൽ ജീവിച്ച് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം കയ്യിലുണ്ടായിരുന്നതാ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയി. എന്തെന്നോ ആ തൊഴിൽ തന്നെ അല്ലേ? ഒരുപാട് നാൾ കാത്തിരുന്നതാ, എന്തോ വലുത് പ്രതീക്ഷിച്ച് പോയതാ. അപ്പോൾ നഷ്ടപ്പെടലിൻ്റെ വേദനയെക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ചിന്ത വരും, അയ്യോ ഏറ്റവും നല്ലത്, ആഗ്രഹിച്ചത്, സ്വപ്നം കണ്ടത് അല്ല, എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനുള്ളതാ അല്ലേ? അത്രേ കിട്ടിയുള്ളൂ. പക്ഷെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ് അത് മതി, ഈ വരുമാനം കിട്ടിയാൽ മതി, ഈ ജോലി മതി, എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റും. തലമുറകളുടെ കാര്യം, വീട്ടിലെ ബാധ്യതകൾ, ആവശ്യം, കടം വാങ്ങിയത് ഒത്തിരി ഉണ്ട്, അതൊക്കെ കൊടുക്കണം, അതൊക്കെ നടക്കും. അങ്ങനെ പ്രതീക്ഷിച്ച് മുമ്പോട്ട് പോയതാ, സന്തോഷിച്ച്, ഉള്ളതിൽ സന്തോഷിച്ച്, കർത്താവിനെ സ്തുതിച്ച്. പക്ഷെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയി. എന്നാലും കർത്താവേ, വെറുവെറുപ്പ്, പരാതി, സങ്കടം, എന്തൊക്കെയാ അല്ലേ? എന്നാലും കർത്താവ് എന്തിനാ ഇങ്ങനെ കാണിച്ചേ? ഞാൻ ആഗ്രഹിച്ച അതുപോലുള്ള ഭർത്താവിനെ അല്ല കിട്ടിയത്, എങ്കിലും എനിക്ക് കിട്ടിയ ഭർത്താവ് കൊള്ളാം, എന്നെയും കുഞ്ഞുങ്ങളെ നല്ലതുപോലെ നോക്കും, ഞങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. ഒരുപാട് സ്വപ്നങ്ങൾ അത് വെച്ച് കണ്ടു, കിട്ടിയതിൽ തൃപ്തയായി. അത് തന്നെ ഒത്തിരി അലങ്ങിട്ടാ കിട്ടിയ അല്ലേ? ഒരുപാട് വിവാഹാലോചനകൾ, അതിൽ നിന്ന് ഇങ്ങനെ ഒന്ന് തിരഞ്ഞെടുക്കാൻ പറ്റി. ഹൃദയത്തിലെ ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ച് കിട്ടിയതിൽ സന്തോഷിച്ചു, കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോയി. പെട്ടെന്ന് അത് തന്നെ, പെട്ടെന്ന് തകർച്ച കടന്നു വന്നു. ഭർത്താവിന് വേണ്ട, ഭാര്യയ്ക്ക് വേണ്ട, ആ സ്നേഹമൊന്നും ഇല്ല, എന്തോ പ്രശ്നമാ അല്ലേ? അവർ ആഗ്രഹിച്ച കോഴ്സിന് അഡ്മിഷൻ കിട്ടിയോ? കിട്ടിയില്ല. പക്ഷെ കിട്ടിയത് കൊണ്ട് നിങ്ങൾ തൃപ്തരായി, അവരും തൃപ്തരായി. മതി, ഈ കോഴ്സ് പഠിച്ച് അവൻ രക്ഷപ്പെടട്ടെ. പഠിക്കുവാൻ തുടങ്ങി. പക്ഷേ പഠനം പകുതി വഴിയിൽ റിസൾട്ട് ഉണ്ടാകുന്നില്ല. ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിലും, സ്വപ്നം കണ്ടത് കിട്ടിയില്ലെങ്കിലും, കിട്ടിയത് കൊണ്ട് തൃപ്തരായി മുൻപോട്ട് പോകുവാൻ അതിനും പറ്റാത്ത അവസ്ഥ. അങ്ങും എത്തിയില്ല, ഇങ്ങും എത്തിയില്ല. തലമുറകളുടെ ജീവിതം തന്നെ, അവരുടെ ജീവിതം തന്നെ ബാധിക്കപ്പെട്ടിരിക്കുന്നു. പഴയ സ്നേഹം അവർക്കില്ല, നല്ല സ്വഭാവം അതെല്ലാം പോയി, മോശം കൂട്ടുകെട്ടുകളായി. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അവർ ആഗ്രഹിക്കുന്നതൊന്നും നടക്കുന്നില്ല, എന്നാൽ കിട്ടുന്നതോ അതൊന്നും നന്നായിട്ട് മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്നതുമില്ല. പിന്നെ എങ്ങനെ കുറ്റം പറയാൻ കഴിയും? അവരിങ്ങോട്ട് ചോദിക്കുക. അവരുടെ പല ചോദ്യങ്ങൾക്കും ലോകമനുഷ്യനായല്ല, വിശ്വാസി എന്ന നിലയിൽ നിനക്ക് ഉത്തരവില്ല അല്ലേ? ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. കാത്തിരുന്ന് തലമുറയെ കിട്ടിയതാ. ഇപ്പോൾ കാത്തിരിക്കുക, ഒന്ന് വീട്ടിൽ വന്നെങ്കിൽ എന്ത് സന്തോഷമായിരുന്നല്ലേ? ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു മോളെ, ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു മോനെ. എന്നാലും കർത്താവേ, സങ്കടമാ, ചങ്കുപൊടിയുന്ന നിലവിളിയാ പലപ്പോഴും അല്ലേ മാതാവേ? വേദന തീരുന്നില്ല. ഒത്തിരി നാളത്തെ ട്രീറ്റ്മെന്റാ, ഒരുപാട് ചിലവഴിച്ചു, ഒരുപാട് പേർ സഹായിച്ചു, കൂടെ നിന്നു. അവസാനം ഡോക്ടർ ആ സന്തോഷ വാർത്ത പറഞ്ഞു, ഇനി കുഴപ്പമില്ല, സുഖമായി, പേടിക്കണ്ട, പൊയ്ക്കോ. തിരികെ വന്നു. ഒരു വിധത്തിൽ പഴയ ആരോഗ്യമൊന്നുമില്ല അല്ലേ? പഴയതുപോലെ ഒന്നും പറ്റുന്നില്ല, എങ്കിലും എനിക്ക് പറ്റും എന്ന് പറഞ്ഞ് ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ ഒരുവിധം കാര്യങ്ങളൊക്കെ നോക്കി മുമ്പോട്ട് വന്നപ്പോൾ വീണ്ടും അടുത്ത രോഗം. അറിയാതെ ചോദിക്കത്തില്ലേ, കർത്താവേ ഈ ആരോഗ്യമെങ്കിലും നീ അല്ലേ? എത്ര പേരുടെ കാല് പിടിച്ചിട്ടാ അവരുടെ ഉള്ളതൊക്കെ വാങ്ങിച്ചു പെറുക്കി ആ സ്ഥാപനം തുടങ്ങി, ആ കട തുടങ്ങി അല്ലേ? അവർ പ്രതീക്ഷിച്ചതിനേക്കാളും നിന്റെ ആഗ്രഹത്തെ പോലെ ഒന്നും എത്തിയില്ലെങ്കിലും കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോയതാ. കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തവരൊക്കെ കൂടെ നിന്നതാ ഒരു ജോലിക്കാരനായിട്ട്. ആഗ്രഹം അതല്ലായിരുന്നു, കൂടെയുള്ള കുറച്ച് പേർക്ക് ജോലി കൊടുക്കണം, നിന്റെ ബന്ധുക്കളൊക്കെ കൊണ്ടുപോയി രക്ഷപ്പെടുത്തണം ആ രാജ്യത്ത്. പക്ഷേ 4 പേർക്ക് ജോലി കൊടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചു തുടങ്ങിയതാ. ഇന്ന് 40 പേരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുക, കടം വാങ്ങി തിരികെ കൊടുക്കാൻ കഴിയാതെ. അയ്യോ, കുറച്ച്
ഒന്ന് സമാധാനത്തോടെ നിൽക്കുവാൻ അവസരം കിട്ടിയതാ. ആഗ്രഹിച്ചതുപോലെ ഒന്നും അല്ലെങ്കിലും, പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. വല്ലാത്ത വേദനയല്ലേ? മറുപടി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. നീ നിന്റെ നിലനിൽപ്പിനും നിന്റെ അനുഗ്രഹത്തിനുമായി ഉണ്ടാക്കിയെടുത്തതിനെ മാറ്റി ദൈവം നിനക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്നതിനെ തരുന്ന ആ പീരീഡിലൂടെ നീ കടന്നു പോകുന്നു. യെസ്, നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളിപ്പോൾ കേട്ടു. നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്തതിനെ മാറ്റി ദൈവം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്തതിനെ നൽകുന്ന സമയം, അതെ, ആ സമയത്തിൽ അത്രേ നിങ്ങളായിരിക്കുന്നു. അപ്പോൾ ഇവിടെയും സംശയങ്ങൾ ഒത്തിരിയാണ്. നമ്മൾ നേരത്തെയും പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ഉപവസിക്കുകയും എന്നിട്ടാണ് ഇതൊക്കെ കിട്ടിയത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ദൈവം തരാൻ പോകുന്നതും ഇതുപോലൊക്കെ കഞ്ഞിയും ചമ്മന്തിയും അത് തരാൻ വേണ്ടിയാണോ ഈട്ട് കഷ്ടപ്പെടുത്തുന്നത് എന്നുള്ള ചോദ്യം ഉണ്ടാകും. അപ്പോൾ ആണോ? വചനത്തിലൂടെ തന്നെ നമുക്ക് നോക്കാം. ഒപ്പം ഒരു ദർശനവും ഇതേ ചോദ്യം ദൈവസന്നിധിയിൽ ചോദിക്കുവാൻ ഇടയാകും വിധത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നോട് ചോദിച്ചതാണ്. ആ സഹോദരൻ്റെ ജീവിതത്തെ മുൻനിർത്തി മറുപടി പറയുവാൻ എനിക്ക് കഴിയാതെ വന്നു. ചോദ്യവുമായി ലോകത്തിലേക്ക്, നിങ്ങൾ അറിയുന്ന, നിങ്ങൾ കേൾക്കുന്ന അനേകരിലേക്ക് പോയില്ല. മറിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥനയോടെ, അപ്പാ, ഈ ചോദ്യത്തിന് എന്നോട് ചോദിച്ച ചോദ്യം ഞാനാണ് കേട്ടതെങ്കിലും മറുപടി തരേണ്ടത് അങ്ങാണ്. പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടു. ഒരു ദർശനത്തിലൂടെ ഒരു പുഴു പറഞ്ഞ കഥ, ഒപ്പം ദൈവത്തിൻ്റെ വചനവും. മനോഹരമായൊരു പനിനീർ ചെടി ഒത്തിരി പൂക്കളുമായി ഒരു ഉദ്യാനത്തിൽ നിൽക്കുന്നു. ഒരുപാട് പേർ ആ പുഷ്പങ്ങൾ കാണുവാനും അത് നുള്ളി സ്വന്തമാക്കുവാനും ആസ്വദിക്കുവാനും ഒക്കെ കടന്നു വരും. എന്നാൽ അത് കാണുവാൻ വരുന്നവരുടെ ഇറിറ്റേഷനായി ആ ചെടിയിലൊരു പുഴുവും. സന്തോഷത്തോടെ ആഹ്ലാദിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആ ചെടിയുടെ അടുക്കലേക്ക് വരും. എന്നാൽ പുഴുവിനെ കാണും, അയ്യേ, വെറുപ്പോടെ നീട്ടപ്പെട്ട കൈ പിൻവലിച്ച്. എല്ലാവർക്കും വെറുപ്പാ. ആ പുഴുവിന് സങ്കടം. ആർക്കും എന്നെ ഇഷ്ടമല്ല, ഞാൻ മനോഹരമായ പനിനീർ പുഷ്പങ്ങളുള്ള ഈ ചെടിയിലാണ് ഇരിക്കുന്നത്, പക്ഷെ ആർക്കും എന്നെ ഇഷ്ടമല്ല എന്ന് മാത്രമല്ല, തന്നെക്കാൾ ഒത്തിരി ചെറിയ ഉറുമ്പുകൾ പോലും തന്നെ ആഹാരമാക്കുവാൻ ശ്രമിക്കുന്നു. ആ ഉറുമ്പുകൾ പോലും തൻ്റെ പിന്നാലെ വരിക, തന്നെ ആഹാരമാക്കുവാൻ വേണ്ടി. ഒത്തിരി കരഞ്ഞു, ഒത്തിരി സങ്കടപ്പെട്ടു, ഒത്തിരി പ്രാർത്ഥിച്ചു, പക്ഷെ മറുപടിയില്ല. വെറുപ്പേറി വരുന്നു, ഉപദ്രവം കൂടി വരുന്നു. ഏത് നിമിഷം വേണമെങ്കിൽ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകാം. അവസാനം ആ പുഴു ഒരു തീരുമാനമെടുത്തു. മറ്റുള്ളവരുടെ കണ്ണുകളിലെ വെറുപ്പിൽ നിന്ന്, ഈ ഉറുമ്പുകളുടെ പോലും ഉപദ്രവത്തിൽ നിന്ന് എന്നെ സംരക്ഷിക്കുക. അതിനുവേണ്ടി ഉറുമ്പ് ഒരു പുറംചട്ട നെയ്യുവാൻ തുടങ്ങി. അതിനെ പ്യൂപ്പയെന്ന് സ്കൂളുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. അതുവരെ വെറുപ്പോടെ അവസരം കിട്ടിയാൽ കൊന്നുകളയണം എന്ന് വിചാരിച്ചവർ ആ പ്യൂപ്പയെ കണ്ട് കുഴപ്പമില്ല, അതവിടെ ഇരുന്നോട്ടെ, അതും ഒരഴക, തന്നെ കാണാതെ താൻ മറഞ്ഞു നിന്നപ്പോൾ അവിടെ ഇരുന്നോട്ടെ, അതൊരഴക എന്ന് ചിന്തിച്ചു. തീർന്നില്ല. ഉറുമ്പുകൾക്ക് ഈ പുഴുവിനെ ഒന്നും ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥ. സന്തോഷമായി. ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ലെങ്കിലും അതിനകത്തിരിക്കാം. അങ്ങനെ പുഴു ചിന്തിച്ചാലോചിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം തൻ്റെ പുറത്തെ ആ പുറംചട്ട മറ്റുള്ളവരുടെ വെറുപ്പുളവാക്കുന്ന നോട്ടങ്ങളിൽ നിന്ന് തന്നെ സംരക്ഷിച്ച, ഉറുമ്പിന്റെ പോലും ആക്രമണത്തിൽ നിന്ന് തന്നെ രക്ഷിച്ച ആ പുറംചട്ട പൊട്ടിപ്പോയി, തകർന്നുപോയ ആ ഉറുമ്പ്. അയ്യോ, വീണ്ടും നിന്ദയായി, അപമാനമായി. ആ ഉറുമ്പിന്റെ ആഹാരമായി ഞാനിതാ തീരുവാൻ പോകുന്നു. വലിയ ശബ്ദം തൊട്ടടുത്ത് കേൾക്കുന്നു. വെറുപ്പിന്റെ, ഉപദ്രവിക്കുവാനുള്ള ആഹ്വാനത്തിന്റെ, തറയിൽ ചവിട്ടി തേച്ചു കളയുവാനുള്ള ആ ശബ്ദമാണോ? കാതോർത്തു. എന്തോ ശബ്ദത്തിനൊരു വ്യത്യാസം. പൂക്കളെ കാണുമ്പോഴുള്ള, പുതിയ മൊട്ടുകളെ കാണുമ്പോഴുള്ള കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിന്റെ ഘോഷം. ഞെട്ടി കണ്ണു തുറന്ന് ആ പുഴു നോക്കി. എന്താണ്? ആ ചെടിയിലെ പുഷ്പത്തെക്കാൾ മനോഹരമായി ഞാൻ മാറിയിരിക്കുന്നു. എന്നെ കണ്ടിട്ടാണ് കുഞ്ഞുങ്ങൾ ആഹ്ലാദത്തോടെ ഓടി വരുന്നത്.
അവരുടെ മുഖത്ത് വെറുപ്പില്ല. അവർ കൈ പിൻവലിക്കുന്നില്ല, കൈ അടുത്തേക്ക് കൊണ്ടുവരുന്നു. സന്തോഷത്തോടെ ഒന്ന് കുതിച്ചു. അതാ താൻ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു. തനിക്ക് മനോഹരമായ ചിറകുകൾ. കുഞ്ഞുങ്ങൾ ആഹ്ലാദത്തോടെ കൈയടിക്കുക. ഉറുമ്പ് താഴെ അന്തം വിട്ട് നിൽക്കുക. ഇതാ പോകുന്നു, എൻ്റെ ആഹാരമെന്ന് കരുതിയത് ഇതാ പോകുന്നു, പറന്നു പോവുകയാ. മറുപടി പ്രാർത്ഥനയുടെ ആ കൂട്, അത് ആ പുഴു മറ്റുള്ളവരുടെ വെറുപ്പിൽ നിന്ന് തന്നെ സംരക്ഷിക്കുവാൻ, മറ്റുള്ളവരുടെ വെറുപ്പ് നിറഞ്ഞ നോട്ടത്തിൽ നിന്ന് ഒളിക്കുവാൻ, ഉറുമ്പിൽ നിന്ന് സംരക്ഷണത്തിന് വേണ്ടി താനായി കെട്ടിയുണ്ടാക്കിയത്, താനായി മെടഞ്ഞെടുത്തത്. എന്നാൽ വർണ്ണാഭമായ ചിറകുകളോ അത് ദൈവം കൊടുത്തത്. ഓ സ്തോത്രം! താനായി ഉണ്ടാക്കിയെടുത്തത് നഷ്ടപ്പെട്ടു പോയപ്പോൾ ദൈവം കൊടുത്തത്. ഓ, വെറുപ്പുള്ള കണ്ണുകളിൽ നിന്ന് മറഞ്ഞൊരു ജീവിതമല്ല, എല്ലാവരും സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ മാടി വിളിക്കുന്ന അനുഭവം നിറഞ്ഞൊരവസ്ഥ. അതെ, വിഷമമായിരുന്നു ഉണ്ടെന്ന് പറയുമ്പോഴും ഇത് വച്ചൊക്കെ എന്ത് ചെയ്യാനാ? ആഗ്രഹിച്ചതൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ പലരും പരിഹസിക്കുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്. ഇത്രയൊക്കെ പഠിച്ചിട്ട് ഇതാണോ കിട്ടിയത്? അവിടെ പോയിട്ട് ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നുള്ളൂ? ആ ജോലിയാണോ നീയായിട്ട് കഷ്ടപ്പെട്ട് നേടിയെടുത്തതാ അല്ലേ? അങ്ങനെ ഒരു ജോലി ഓടി അലഞ്ഞ് പലരോടും ചോദിച്ച് പലരുടെയും കാല് പിടിച്ച് പലരോടും യാചിച്ച് നീ ഉണ്ടാക്കിയതാ. അത് പോയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ സന്തോഷത്തോടെ അഭിമാനത്തോടെ നിൽക്കുവാൻ തക്കവണ്ണമുള്ളത് താഴെയല്ല, ഉയരത്തിൽ. താങ്കോടെ യേശുവിൻ നാമത്തിൽ. എത്ര പേർക്ക് ഒരു ആമേൻ പറയുവാൻ കഴിയും? എന്താ? ദൈവദാസനെ, നിങ്ങളുടെ ദർശനമല്ലേ, ഞങ്ങൾ എന്തിനാ ആമേൻ പറയുന്നേ? വചനമല്ലല്ലോ, വചനമുണ്ട്. ആ കൂട്, ആ ഉറുമ്പുകളിൽ നിന്നും, ആ വെറുപ്പുളവാക്കുന്ന നോട്ടത്തിൽ നിന്നും ആ പുഴുവിനെ സംരക്ഷിച്ച കൂട്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവിടെ നിങ്ങൾക്കത് കാണുവാൻ കഴിയും. ഈ ദാസിയെയും മകനെയും പുറത്താക്കി കളക. ഈ ദാസിയുടെ മകൻ എൻ്റെ മകൻ ഇസഹാക്കിനോട് കൂടെ അവകാശിയാകരുത്. പുറത്താക്കി കളയുക പറഞ്ഞപ്പോ കഴിഞ്ഞു. പക്ഷേ ഒരപ്പന്റെ നീണ്ട വർഷങ്ങളുടെ കാത്തിരിപ്പ്, അവന്റെ കണ്ണുനീരിന്റെ ഫലം, പലതും അല്ല, ഉള്ളതെല്ലാം വിട്ടിറങ്ങി തിരിച്ചു. അപമാനം നിന്ന 75 വയസ്സായി, ഇതുവരെ തലമുറകളില്ല. ഓരോരുത്തന് ആവതാഴിയിലെ അമ്പ് പോലെ. അയ്യോ, എണ്ണം പറയുവാൻ കഴിയാത്ത അത്രയ്ക്ക് തലമുറകൾ ആ കാലഘട്ടത്തിൽ. ഇവിടെ പാവപ്പെട്ട അബ്രഹാമിന് ഒരു തലമുറയില്ല. എന്തൊക്കെ ചെയ്യുവാൻ കഴിയുമോ അതൊക്കെ ചെയ്തു. അവസാനം എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ ദൈവത്തിന്റെ അടുക്കലേക്ക് വന്നു. അല്ല, ദൈവം തേടി ചെന്നു. അന്ന് തളർന്ന് കരഞ്ഞ് എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചായിരുന്ന സമയത്ത് എൻ്റെ യേശോപ്പൻ നിന്നെ തേടി വന്നതുപോലെ, അതൊരു പക്ഷേ ഇതുപോലൊരു മെസ്സേജിലൂടെ ആയിരിക്കാം, ആരോയെങ്കിലും നിന്റെ അടുത്ത് അയച്ചു കൊണ്ടായിരിക്കാം. എങ്ങനെയോ യേശോപ്പൻ നിന്നെ തേടി വന്നു. മകനേ, മകളെ, സങ്കടപ്പെടേണ്ട, കരയണ്ട. ഈ അവസ്ഥയിൽ നിന്ന് ഞാൻ പുറത്തു കൊണ്ടുവരും. പിന്നെയും കരയുകയാരോ? ദൈവദാസനെ, ഇതാ ഇന്നയോളം നിർത്തിയിരിക്കുന്നേ. ആ ഒരു വാക്കിന്റെ ബലത്തിലാ പിടിച്ചു നിൽക്കുന്ന. അല്ലെങ്കിൽ എന്നേ ചത്തൊഴിഞ്ഞേനെ. നീ ചത്തൊഴിയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. കൊന്നുകളയുന്നവനെ കുറിച്ചല്ല, നിർജീവമായ സാറായുടെ ഗർഭപാത്രത്തിൽ നിന്ന് തലമുറകളെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിവുള്ളവനെ കുറിച്ചത്രേ ഞാൻ പറയുന്നതും നീ കേൾക്കുന്നതും. അതേ, അവൻ കൊല്ലുന്നവനല്ല. നിർജീവമായിടത്തു നിന്ന് സകല പ്രതീക്ഷകളും അസ്തമിച്ചു പോയ, ഇനി ഒന്നുമില്ല എന്ന് പറയത്തക്ക നിലയിൽ തകർന്നു പോയിടത്തു നിന്ന് പുതിയത് ഉത്ഭവിപ്പിക്കുവാൻ കഴിവുള്ളവനത്രേ. അതേ സഹോദര, സഹോദരി, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ അവിധത്തിൽ ചിലത് ഉൽപ്പാദിതമാകുവാൻ പോകുന്നു. അതെ, ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആബ്രഹാമിന് വേണ്ടി സാറായിൽ, സ്തോത്രം, ദ്രവിച്ചുപോയ നിർജീവമായ ഗർഭപാത്രത്തിനുടമയായ സാറായിൽ തലമുറയെ നൽകിയ ദൈവം ഈ ജോലി സ്ഥലത്ത് നിന്നോ, ഈ എൻ്റെ ഭർത്താവിൽ നിന്നോ, ഈ ഭാര്യയോടൊപ്പമോ, ഈ മക്കളിൽ നിന്നോ, ഈ സ്ഥാപനത്തിലൂടെയോ, ഈ ആരോഗ്യം വെച്ചിട്ടോ? ചോദ്യം അതാണ്. എങ്ങനെ എന്നെ കൊണ്ട് എങ്ങനെ പറ്റും സന്തോഷമായി ജീവിക്കുവാൻ, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുവാൻ? അതേ, ലോകം പറയും, നിന്റെ അറിവ് പറയും, തീർന്നു, നീ അവസാനിച്ചു, നിന്റെ നല്ല കാലം കഴിഞ്ഞു, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. അയ്യോ, എന്റെ കർത്താവ് പറയുക,
ലോകം തീർന്നെന്ന് പറയുമ്പോ ഞാൻ വരും. ഓ, മേമ്രയുടെ തോപ്പിൽ ആബ്രഹാമിന് വേണ്ടി ഇറങ്ങി വന്ന ദൈവം, അതേ മേമ്രയുടെ തോപ്പിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടായിരുന്ന ആബ്രഹാമിനെ വിസിറ്റ് ചെയ്ത ദൈവം ഇപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലരെ വിസിറ്റ് ചെയ്യുക. ഓ സ്തോത്രം. കർത്താവ് നിങ്ങളെ സന്ദർശിക്കുക, നിങ്ങളുടെ അവസ്ഥ മാറുവാൻ, ഒറ്റയ്ക്കുള്ള ഇരിപ്പിന് അറുതി വരുവാൻ. സഹോദരി, ഇനി ഒറ്റയ്ക്കിരുന്ന് ഒറ്റയ്ക്ക് സംസാരിച്ച് കുഞ്ഞിനെ കളിപ്പിക്കാൻ ഒരുങ്ങിക്കോ. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഇനി ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് മടുത്ത് വെളിയിൽ ഇറങ്ങിപ്പോയിരുന്ന് ജോലിക്ക് പോകാൻ ഒരുങ്ങിക്കോ. ബിസി ലൈഫ് ഉണ്ടാകുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. ബിസി ലൈഫ് ഉണ്ടാകുവാൻ പോകുക. നിന്റെ ലൈഫ് മാറുവാൻ പോകുക ഈ അവസ്ഥയിൽ തന്നെ. അപ്പൊ നോക്കിയേ, അങ്ങനെ കാത്തിരുന്നു ദൈവത്തിന്റെ പിന്നാലെ നടന്നു, ദൈവത്തിന്റെ അടുക്കലേക്ക് വന്നു. കിട്ടിയോ? തരാമെന്ന് പറയുന്നതല്ലാതെ കിട്ടുന്നില്ല. അവസാനം നീണ്ട 15 വർഷങ്ങൾക്കിപ്പുറം അബ്രഹാമിന് കിട്ടി. ആരെ? ഇസ്മായേലിനെ. എന്ത് സന്തോഷമല്ലേ! 90-ാമത്തെ വയസ്സിൽ ആ മനുഷ്യൻ പിതാവായി. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ അല്ലേ? അല്ലെങ്കിൽ പിന്നെ ദൈവം പറയുമോ കൊണ്ട് കളയാൻ? ആമേൻ. ആ തലമുറയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അത് തലമുറയാണ് അവന്റെ ഇല്ലായ്മയെ പരിഹരിക്കുവാൻ വേണ്ടി ദൈവം കൊടുത്തത് അല്ല, പിന്നെയോ താനായിട്ട് ഉണ്ടാക്കിയെടുത്തത്. നോക്കിയേ, ഭയങ്കര ടീം വർക്കായിരുന്നു കേട്ടോ. അബ്രഹാമിനോടൊപ്പം സാറായും. ആരും ചെയ്യാത്ത കാര്യം സാറ ചെയ്യുക, ദാസിയെ കൂടെ കൊടുക്കുക. എങ്ങനെയെങ്കിലും ഒരു തലമുറ ഉണ്ടാകട്ടെ. ഇനിയിപ്പോൾ അതില്ലാതെ നീ കരയണ്ട. എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്ത് അല്ലേ, എന്തെങ്കിലും ചെയ്ത്. അങ്ങനെ ചെയ്തതൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഭയങ്കര സങ്കടം. എന്തൊക്കെ ചെയ്തിട്ടാ? ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു. നിനക്കറിയാം തെറ്റാണ് സഹോദരി, നിനക്കറിയാം. പലപ്പോഴും നീ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുന്നുണ്ട്. ഇനി നാട്ടിൽ വന്ന് നിന്റെ മക്കളുടെ മുഖത്ത് എങ്ങനെ നോക്കും, കുടുംബത്തിന്റെ മുഖത്ത് എങ്ങനെ നോക്കും? തെറ്റാണ്. പലപ്പോഴും നീ അത് തിരിച്ചറിയുന്നുണ്ട്, തെറ്റാണ്. പക്ഷെ പിടിച്ചു നിൽക്കുവാൻ തെറ്റായത് ചെയ്തു, ചെയ്യുവാൻ പാടില്ലാത്തത് ചെയ്തു, പറയുവാൻ പാടില്ലാത്തത് പറഞ്ഞു, ചേരുവാൻ പാടില്ലാത്തവരുമായി ചേർന്നു. എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണ്ടേ? അതിനു വേണ്ടിയാ അല്ലേ? ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ആ റിലേഷൻ ഒന്ന് മുൻപോട്ട് കൊണ്ടുപോകാൻ, അല്ലേ കുഞ്ഞെ? ഭയങ്കര സംഭവം ആയതുകൊണ്ടൊന്നുമല്ല, പക്ഷെ ഇഷ്ടമാണ്. അവനാണെങ്കിലോ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി ഓരോരോ കാരണങ്ങൾ. നിനക്കാണെങ്കിലോ തലയ്ക്കകത്തോട്ട് കയറുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. അവൻ പിണങ്ങുന്നതിനോ പിന്നിലുള്ള കാരണങ്ങൾ എന്താ? നിന്നെ ഒഴിവാക്കാനാ. നീയായിട്ട് കണ്ടുപിടിച്ചവൻ നിന്നെ ഒഴിവാക്കി പോകുവാൻ വഴികൾ അന്വേഷിച്ച് അലയുക. നീ അതാണ് അവസാനം. ഇല്ലെങ്കിൽ അയ്യോ ചേട്ടൻ എന്നോടൊപ്പം ഇല്ലെങ്കിൽ, അവൻ എന്നെ കെട്ടിയില്ലെങ്കിൽ, അവനൊപ്പം ജീവിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, അവൻ്റെ ആവശ്യങ്ങൾ പലതും കഴിഞ്ഞു പോകളെ. ഇനി അവന് നീ ഒരു ബാധ്യതയാ. അതുകൊണ്ട് ഒഴിവാക്കുവാൻ നോക്കുകയാണ്. പല നിലകളിൽ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി പലതും ചെയ്തു. ഹാഗറിനെ അന്തഃപുരത്തിലേക്ക് സാറയുടെ മനസ്സൊന്ന് നോക്കിയേ, എന്തോരം തകർന്നു കാണുന്നു. അബ്രഹാമിനെ കുറിച്ചൊന്ന് ചിന്തിച്ചേ. 90 വയസ്സ് വരെ അബ്രഹാം സാറ. ആ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ തീവ്രത ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അന്ന് തോന്നും പോലെ ജീവിക്കാം, അങ്ങനത്തെ കാലഘട്ടം. പക്ഷേ ഇവിടെ 90 വയസ്സ് വരെ ഒരുമിച്ച് വിവാഹം കഴിഞ്ഞൊരു പണ്ടല്ലേ 10-20 വയസ്സിൽ വിവാഹം കഴിഞ്ഞ് കാണും. ആ സമയം മുതൽ 10-70 വർഷം നീണ്ട ദാമ്പത്യം. എന്ത് വേദനപ്പെട്ടായിരിക്കും ആ തീരുമാനമെടുത്തേ. എങ്ങനെയായാലും കിട്ടി. പക്ഷേ ആ കിട്ടിയതിലൊന്ന് സന്തോഷിച്ച് മുൻപോട്ട് പോകുമ്പോൾ തന്നെ ദൈവം വന്നിട്ട് പറയുക, അവനെ പുറത്താക്കുക. അത് നീയായിട്ടുണ്ടാക്കിയത്. അപ്പോഴാണ് ഞാൻ ആ നേരത്തെ പറഞ്ഞൊരു ചെറിയ പോയിന്റ്. ദൈവം തന്നാലും ഇതൊക്കെ തന്നെ അല്ലേ കഞ്ഞിയും ചമ്മന്തിയും ആണോ? ഈ നിങ്ങളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ പ്രാർത്ഥിച്ചിട്ടാ കേട്ടോ. കിട്ടാതെ വരുമ്പോൾ ദൈവാലോചന കേട്ടതാ, പക്ഷേ വെയിറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നതാ. അല്ലാതെ ദൈവാലോചന കേട്ട അതേ വിവാഹമാണോ? അല്ല.
കൊള്ളാം, ആ ചേട്ടൻ കൊള്ളാം, വീട്ടുകാരൊക്കെ കൊള്ളാം, ആ പെണ്ണ് കൊള്ളാം അല്ലേ, ആ തൊഴിൽ കൊള്ളാം, ആ കോഴ്സ് കൊള്ളാം. അങ്ങനെയാന്നേ, നമ്മളെല്ലാം മനുഷ്യരല്ലേ, അങ്ങനെയാ. നോക്കിയേ, അതിൻ്റെ ഒരു കുഴപ്പം എന്താ? ഉൽപ്പത്തി പുസ്തകം തന്നെ 16-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ കാട്ടുകഴുതയെ പോലെയുള്ളവൻ. ആരാ? ഈ ഇസ്മായേൽ. നമ്മുടെ അബ്രഹാമിന് ജനിച്ച അല്ല, അബ്രഹാം ജനിപ്പിച്ചെടുത്ത സന്തതി. അവൻ കാട്ടുകഴുതയെ പോലെയുള്ളവൻ. കഴുതയെ കൊണ്ടന്ന് ഒത്തിരി ഉപയോഗങ്ങളുണ്ട്. യാത്ര ചെയ്യുവാനെന്ന് ഉപയോഗിക്കുന്നത് കഴുതകളെയാണ്. പക്ഷേ കാട്ടുകഴുത, കഴുതയാണോ എന്ന് ചോദിച്ചാൽ കഴുതയാ, പക്ഷേ കാട്ടുകഴുതയാ. ഫലത്തിൽ കോപ്പ് കെട്ടി മുകളിൽ കയറി യാത്ര ചെയ്യുവാൻ കഴിയത്തില്ല. ചവിട്ടി താഴെയിട്ട് അത് ഓടിപ്പോകും, മെരുങ്ങത്തില്ല, ഇണങ്ങത്തില്ല. പലതും പല നിലകളിൽ നേടിയെടുത്തു. പക്ഷേ ആ പക്ഷേയിലുണ്ടെല്ലാം. പേരിന് പറയുന്നുണ്ട്. ഒന്ന് നോക്കിയേ, ഹാപ്പി ആണോ? തൃപ്തരാണോ? ഇതാണോ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത്? ആ നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ചാണ് പറയുന്നത്. ഇതാണോ? ആ ജോലിയാണോ? ആ ജോലി കൊണ്ട് നിന്റെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയാക്കാൻ പറ്റുമായിരുന്നോ? ഇല്ലല്ലോ. ആ റിലേഷൻ കൊണ്ടുപോകാൻ പെടാപ്പാട് പെടുന്നുണ്ട്. കുഞ്ഞെ, നീ ഒന്ന് ചിന്തിച്ചു നോക്കിയാ അതുപോലൊരിതാണോ നീ ആഗ്രഹിച്ചിരുന്നത്? അല്ല. ആ കോഴ്സ്, ആ കോളേജ്, അങ്ങനെയുള്ള സ്ഥാപനം, ഇതുപോലുള്ള ആരോഗ്യം, ഈ സ്ഥിതി, ഇതാണോ ആഗ്രഹിച്ചിരുന്നത്? അല്ല. പിന്നെ കിട്ടിയതുകൊണ്ട്, പറഞ്ഞതുപോലെ, ഉള്ളത് കൊണ്ട് ഓണം പോലെ. പക്ഷേ ദൈവത്തിന് അതിന് താല്പര്യമില്ല. കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാട്ടുകഴുതയും കൊണ്ടു നടക്കാൻ നീ ഭക്തനായതുകൊണ്ട് കർത്താവ് പറയും ആ പരിപാടി വേണ്ട. പിന്നെയോ, ദൈവം തരും, ദൈവം തരും, ദൈവം തരും. അതേ ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇസ്ഹാക്ക് ചിരി. സാറ പറയുക, ദൈവം എനിക്ക് ചിരി വരുത്തി. 90-ൽ ദൈവം എനിക്ക് ചിരി വരുത്തി. ചിരിയുണ്ടാക്കുന്നത് നിന്റെ ജീവിതത്തിൽ ദൈവം തരും. ഓ, ഇതുകൊണ്ട് എന്താവാനാ അല്ലേ? ശമ്പളം വാങ്ങിയിട്ട് കണക്കൂട്ടിയാ വീണ്ടും കിടക്കുക. അതല്ല. അയ്യോ, ഇങ്ങനെ ഒരു ജീവിതമാണ്. അവനെ കർത്താവ് മാറ്റും. ആള് മാറിയതുപോലെ അവൻ മാറും. നിനക്ക് തന്നെ സംശയം തോന്നും വിധത്തിൽ നിന്റെ ഭർത്താവിനെ എന്റെ കർത്താവ് മാറ്റും. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നിന്റെ ചിരിയായി, നിന്റെ സന്തോഷമായി നിന്റെ ഭർത്താവ് മാറുവാൻ പോകുക. സഹോദരൻ, നിന്റെ തൊഴിലിടം, നിനക്ക് ദൈവം തരുന്ന തൊഴിലിടം നിന്റെ സന്തോഷമായി, നിന്റെ ചിരിയായി മാറുവാൻ പോകുക. ഓ, താങ്ക് ഗോഡ്. ഒത്തിരി പേർ നിന്റെ മുഖത്ത് ചിരി കാണുവാൻ പോകുക. ആ സന്തോഷം ഒത്തിരി പേർ അനുഭവിക്കുവാൻ പോകുക. ഓ അമ്മേൻ. നീ ഉണ്ടാക്കിയതിനെ ദൈവം എടുത്തിട്ട് ദൈവം നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതിനെ അവിടെ വയ്ക്കുവാൻ പോകുക, റീപ്ലേസ് ചെയ്യുവാൻ പോകുക. അങ്ങനെ ഒരു തൊഴിൽ കൊണ്ട് ദൈവം നിന്റെ ജീവിതത്തിൽ ചിരി വരുത്തുവാൻ പോകുക. ഓ, താങ്ക് ഗോഡ്. ആമേൻ. മക്കളുടെ ജീവിതത്തിൽ, ആ രാജ്യത്തിൽ അവർ പെട്ടുപോയി തകർന്ന് തിരികെ വരുവാൻ കർത്താവ് അനുവദിക്കത്തില്ലെന്നേ. മാതാവേ, യോ ദേവദാസനെ, വിചാരിച്ച മാർക്കില്ല, സ്കോർ കുറവാണ്, ആ രാജ്യത്തിൽ പോകാൻ പറ്റത്തില്ല. നിന്റെ വഴികളല്ല. എൻ്റെ അപ്പൻ അവരെക്കുറിച്ച് ചില പദ്ധതികളുണ്ട്. സ്തോത്രം. കാട്ടുകഴുതയല്ല, ചിരി. അവരുടെ ജീവിതത്തിൽ ചിരി ഉണ്ടാകുവാൻ വേണ്ടത്, അവർ ചിരിച്ചു കാണുവാൻ, സന്തോഷത്തോടെ ജീവിച്ച് കാണുവാൻ വേണ്ടത് എൻ്റെ ദൈവം ചെയ്യുവാൻ പോകുക. ഓ, താങ്ക് ഗോഡ്. ആ മനോഹരമായ ചിറകുകൾ വിടർത്തി ആ ബട്ടർഫ്ലൈ പുഴുവായിരുന്നേ. അതായിട്ട് ഉണ്ടാക്കിയപ്പോൾ എന്താ ചെയ്യാൻ പറ്റി? വെറുപ്പുളവാക്കുന്ന നോട്ടമുള്ള ചില കണ്ണുകളിൽ നിന്ന് മറഞ്ഞിരിക്കാൻ പറ്റി. അത്ര തന്നെ. പക്ഷേ ദൈവം കൊടുത്തത് കൊണ്ടോ, ഓ, ആ കണ്ണുകളൊക്കെ ആശ്ചര്യത്തോടെ, സഹോദരി, നീ ആ ഭവനത്തിനകത്ത് സന്തോഷമായി മാറുവാൻ പോകുക. നിന്നെ കണ്ട് ഇന്നലകളിൽ വെറുപ്പോടെ നോക്കിയവർ സന്തോഷത്തോടെ, ആശ്ചര്യത്തോടെ, ആഹ്ലാദത്തോടെ നോക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അവിധത്തിൽ നിന്റെ ജീവിതത്തെ എന്റെ കർത്താവ് പണിതെടുക്കുക. ഓ ആമേൻ. ആശ്ചര്യപ്പെടുമാർ ആരോഗ്യം തന്ന്, അതേ ആരോഗ്യം തന്ന് എന്റെ കർത്താവ് നിന്നെ മാനിക്കുവാൻ പോകുക. ആമേൻ. അതേന്നേ, ആ ബിസിനസ് നിന്റെ ആഗ്രഹം എന്തായിരുന്നു? എന്നിട്ട് തുടങ്ങിയതോ? അതല്ല. കർത്താവ് പറയുക, അബ്രഹാമേ, നീ സാറയും കൂടെ അല്ലേ ഇറങ്ങി തിരിച്ച് എൻ്റെ പിന്നാലെ. അപ്പോൾ നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾ ഒരുമിച്ച്, സ്തോത്രം, എന്നെ കേൾക്കുന്ന നിങ്ങൾ ചിലരോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുക, നിങ്ങൾ ഒരുമിച്ച്, സഹോദര സഹോദരി, അതേ നീ നിന്റെ ഭർത്താവും ഒരുമിച്ച്, നിങ്ങൾ ഒരുമിച്ച് സന്തോഷിക്കുവാനുള്ളത് എൻ്റെ കർത്താവ് തരിക. മാതാപിതാവേ,
മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളുമായി ചേർന്ന് സന്തോഷിക്കുവാനുള്ളത് യേശുവിൻ നാമത്തിൽ സ്തോത്രം പറഞ്ഞ് ഏറ്റെടുത്ത് അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് സന്തോഷിക്കുവാനുള്ളത് കർത്താവ് തരിക. ആമേൻ. അപ്പോൾ ചിലത് നിങ്ങളുടെ നിലനിൽപ്പിന് കാരണമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന, അങ്ങനെ തന്നെ ആയിരിക്കുന്ന ചിലത് നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് സങ്കടപ്പെടണ്ട, പരിഭവം പറയണ്ട, ദൈവത്തിൽ നിന്ന് ഓടിപ്പോകണ്ട. നിൽക്ക്, കർത്താവ് തരും. ചിരി വരുത്തുന്നത് ആ കാട്ടുകഴുതിയൊക്കെ മാറ്റി, അത് മാറ്റിയതാണ് കർത്താവ്. നിനക്ക് പ്രയോജനപ്പെടത്തില്ല. അങ്ങനെ തന്നെ ജീവിച്ച് വെറുതെ എന്തിനാ കടക്കാരനായി ജീവിതം അവസാനിപ്പിക്കുന്നത്? കർത്താവ് പറയാ, അല്ല, നിന്റെ ഈ അവസ്ഥ മാറണം, നിന്റെ ജീവിതത്തിൽ ചിരിക്കുവാനുള്ളതുണ്ടാകണം. ഓ താങ്ക് ഗോഡ്, 90 ആമേൻ. പ്രായം നോക്കാതെ നീ ചിരിക്കുവാനുള്ളത് കർത്താവ് നിന്റെ ജീവിതത്തിൽ തരും. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ ഇത് ചെയ്യും, നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ ഈ പ്രോഗ്രാമിലേക്ക് ഒത്തിരി പേരെ കൂട്ടി വരുത്തുക. ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പമുണ്ട്. ചിലത് തിരിച്ചറിയുവാൻ തക്കവണ്ണം നിങ്ങളുടെ കണ്ണുകളെ തുറക്കുവാൻ, വിശ്വാസത്താൽ കാണേണ്ടതിനെ കാണുന്നവരാക്കി നിങ്ങളെ മാറ്റുവാനും ഉറപ്പിച്ചു നിർത്തി വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാനും അവിധത്തിൽ നിങ്ങളെ ഒരുക്കുവാൻ ഞങ്ങളെ കർത്താവ് ശക്തീകരിക്കും, അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തും. നിങ്ങൾക്കായി ഇതുപോലുള്ള അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകൾ എല്ലാ ദിവസങ്ങളിലും കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഉണ്ടോ? പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ എല്ലാ ഞായറാഴ്ചകളിലും ഞങ്ങളുടെ സഭാരാധനയുടെ ലൈവും നിങ്ങൾക്ക് കാണുവാൻ കഴിയും, നിങ്ങൾക്കൊരു ആരാധന മിസ് ചെയ്യുന്ന പക്ഷം. എന്നാൽ കണ്ടടച്ചോ, ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വാസ കർത്താവേ, നല്ല ദൈവമേ, അടിയിലൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആബ്രഹാം അങ്ങയുടെ വാക്ക് കേട്ട് അങ്ങയുടെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചു. താനായി ഉണ്ടാക്കിയത് തൻ്റെ ജീവിതത്തിൽ തന്നിലൂടെ തന്നെ നഷ്ടപ്പെടുത്തി. ദൈവമുണ്ടാക്കിയത് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നൽകി. ഒരുമിച്ച് സന്തോഷിക്കുവാൻ ഇടയായതുപോലെ അപ്പാ, ഒരുമിച്ച് സന്തോഷിക്കുവാൻ, കുടുംബമായി സന്തോഷിക്കുവാൻ വേണ്ടത് എന്നെ കേൾക്കുന്നവരുടെ ജീവിതങ്ങളിൽ അങ്ങ് നൽകണമേ. നല്ല തൊഴിൽ നൽകണമേ. ജോലി സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല വെല്ലുവിളികളും മാറട്ടെ. ശമ്പളം വാങ്ങി നെടുവീർപ്പെട്ട് കരയുന്നവരായിട്ടല്ല, സന്തോഷിക്കുന്നവരായി ഇവർ മാറട്ടെ. കൈനീട്ടി വാങ്ങുമ്പോൾ ആവശ്യത്തിന് ഉതകുന്നത് മാറ്റിവെക്കുവാൻ വേണ്ടത് കരങ്ങളിൽ ലഭിക്കട്ടെ. യെസ്, വർധനവുണ്ടാകട്ടെ. എല്ലാ ഇല്ലായ്മകൾ മാറട്ടെ, ശൂന്യതകൾ മാറട്ടെ. നെടുനാളായി ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് അപ്പാ അങ്ങ് ജോലി നൽകണമേ കർത്താവേ. ആ ശൂന്യതയുടെ വലകളെ അങ്ങ് നിറയ്ക്കണമേ കർത്താവേ. രോഗികളായി ഭാരപ്പെടുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പാ അങ്ങ് സൗഖ്യമാക്കണമേ. ഇന്നലകളെക്കാൾ ആരോഗ്യത്തോടെ ബലത്തോടെ അവരുടെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ, ക്രമപ്പെടുത്തുവാൻ സ്വർഗം സഹായിക്കണമേ. എല്ലാ രോഗങ്ങളും വിട്ടുമാറട്ടെ. യെസ്, രോഗാതുരമായ നാഡീ നരമ്പുകൾ, കോശങ്ങൾ, അവയവങ്ങൾ പുനർനിർമ്മിക്കപ്പെടട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. തക്ക തുണകൾ, ഓ നല്ല ഭാവി ജീവിതങ്ങൾ കർത്താവേ. രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. അഡ്മിഷനുകൾ ലഭിക്കട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. മത്സര പരീക്ഷകളിൽ ജയിക്കട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പഠന വൈകല്യങ്ങൾ മാറിപ്പോകട്ടെ. അപ്പാ, ഇവർ മാനിക്കപ്പെടട്ടെ. ഓ, ഇവർ മുഖാന്തരം ഇവരുടെ മാതാപിതാക്കൾ സന്തോഷിക്കട്ടെ. അവർ ഒരുമിച്ച് സന്തോഷിക്കട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. ഓ സ്തോത്രം. എല്ലാ ബാധ്യതകളും മാറട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. അപ്പാ, പലിശക്കടങ്ങളിൽ നിന്ന് വരെ പുറത്തു കൊണ്ടുവന്നാട്ടെ. ജപ്തി നോട്ടീസുകൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. സമൃദ്ധി ഉണ്ടാകട്ടെ. അടുക്കളകളിലെ ദാരിദ്ര്യം മാറട്ടെ. ഓ, ഭവനങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർ അപ്പാ ഭവനം നൽകി അനുഗ്രഹിക്കണമേ. സ്വന്തം ഭവനങ്ങളിൽ ഇവർ പാർക്കട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വസ്തുക്കൾ വിൽക്കട്ടെ. ഓ അമേൻ. വാഹനങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർ വാഹനങ്ങൾ വാങ്ങട്ടെ. എല്ലാം ഇവർക്ക് വേണ്ടുവോളം നൽകി മാനിച്ചാട്ടെ കർത്താവേ. ബിസിനസ്സുകൾ, വലുതും ചെറുതുമായ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വദേശത്തും വിദേശത്തും പല നിലകളിൽ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. യാത്രാ തടസ്സങ്ങൾ മാറട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഇവരെ അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായി വരും. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനൽ ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിൻ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ
നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.